എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കേക്കാണ്. പൈനാപ്പിൾ കേക്കാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ വട്ടം ഞാനൊരു എഗ്ലെസ് ടീ കേക്ക് ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇത് എഗ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കേക്കാണ്. നല്ല മോയ്സ്റ്റായിട്ട് ഉള്ള ഒരു കേക്കാണിത്. നല്ല സോഫ്റ്റായിട്ട് വന്നു ഈ കേക്ക്. അപ്പം നമുക്കിതിൻ്റെ ബേക്കിങ്ങിൻ്റെ ട്രിക്സൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കണം. ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്, കേക്ക് ടിൻ റെഡിയാക്കി വെക്കണം. അപ്പോൾ നമുക്കിതുപോലെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഇത് വരച്ചിട്ട് ഇങ്ങനെ മുറിക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഞാൻ പോയി വാങ്ങിയതാണ്. ഇത്രയും നാൾ ഞാൻ ബട്ടർ പേപ്പർ ഉപയോഗിക്കാണ്ട് ജസ്റ്റ് പൊടി തട്ടിയിട്ടാണ് ബേക്ക് ചെയ്തെടുത്തുകൊണ്ടിരുന്നത്. ഇതല്ലെങ്കിൽ ഇത് ഇങ്ങനെ ബട്ടർ പേപ്പർ മുകളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടും അതിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പം നമുക്ക് ആദ്യം ഈ കേക്കിനകത്ത് നമുക്ക് ബട്ടറോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിൽ, സൺഫ്ലവർ ഓയിലോ നമുക്കൊന്ന് ഫുൾ പുരട്ടി കൊടുക്കാം. അതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചാകുമ്പം നന്നായിട്ട് എല്ലായിടത്തും ബ്ലെൻഡായി കിട്ടും. ഇനി നമുക്കിതൊന്ന് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ അകത്ത് വെച്ചിട്ട് വീണ്ടും ഇച്ചിരി ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒട്ടി അവിടെ ഇരിക്കുകയുള്ളൂ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് ഞാൻ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒരു ചെറിയ കപ്പും കുറച്ച് പൈനാപ്പിൾ കൊത്തിയരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യമേ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കൊത്തിയരിഞ്ഞ് മാറ്റി വെച്ചേക്കുന്നില്ല, ഈ പൈനാപ്പിൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ ചിലപ്പം കേക്ക് ശരിക്ക് വരത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വേവിച്ചിടുവാണ്. അപ്പം ഞാൻ പൈനാപ്പിളിന് വലിയ മധുരമില്ല, ഇത്തിരി പുളിയുണ്ട്. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. വേകാൻ വേണ്ടി ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതവിടെ കിടന്ന് വേകട്ടെ. ഇതിപ്പോൾ വെന്ത് വരണ്ട് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 3 മുട്ടയാണ്. ഞാൻ 3 മുട്ട എടുത്തതെന്ന് വെച്ചാൽ അരക്കപ്പ് പൊടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയോണ്ട് 3 മതി. നിങ്ങളുടെ ഇതുപോലത്തെ ചെറിയ നാടൻ മുട്ടയാണെങ്കിൽ നിങ്ങൾ 4 എടുത്തോ കേട്ടോ. ഞാൻ മുട്ടയൊന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ യെല്ലോ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്യുവാണേ. സാധാരണ ഞാൻ മുട്ട അങ്ങനെ തന്നെ ഇട്ട് അടിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കാറ്. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് മുട്ടയുടെ വെള്ളം നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഞാനൊരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് അടിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നോർമൽ ഹാൻഡ് ബ്ലെൻഡറോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ മതി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരക്കപ്പ് പൊടി പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരക്കപ്പ് പൊടിക്ക് അരക്കപ്പ് പഞ്ചസാര ഞാൻ എടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇച്ചിരി എന്താ പറയുന്നത് പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്ന് കേക്കിൻ്റെ ബാലൻസ് ആയിട്ട് കിട്ടും വിനീഗറിൻ്റെ ഒരു പുളിപ്പ് തട്ടുമ്പം. നമുക്കിത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഹൈ സ്പീഡിലിട്ടിട്ട് ഒരുപാടങ്ങ് സ്റ്റിഫായിട്ട് അങ്ങനെ വിപ്പിംഗ് ക്രീം വരുന്ന പോലെ വരണമെന്നൊന്നുമില്ലെങ്കിലും നന്നായിട്ടൊന്ന് വരണം പതഞ്ഞ്. എന്നിട്ട് നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്പീഡിലൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് സ്ലോയിൽ നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ല സ്പാച്ചുല വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് മിക്സായ ശേഷം നമുക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് മൈദയാണ്. അരക്കപ്പ് മൈദയ്ക്ക് ഞാൻ ഒരു ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഉപ്പിട്ട് കൊടുത്തത് കാണിക്കാൻ പറ്റിയില്ല, അതിൻ്റെ ഇവിടെ വീഡിയോ മിസ്സായിപ്പോയി. ഇനി നമുക്കിത് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് ഇതിനകത്തിടാം. അതിപ്പോൾ കുറച്ച് പൊടിയേ ഞാൻ എടുത്തിട്ടുള്ളത് കാരണം ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ 2-3 വട്ടമായിട്ട് അരിച്ചിട്ടൊക്കെയാണ് ചെയ്യാറ്. ഇതിപ്പോൾ ഇങ്ങനെ വേഗം നമ്മളൊന്ന് സ്പീഡിലാക്കി കൊടുക്കുന്നു. അരക്കപ്പ് പൊടി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ചെറിയൊരു കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതിൻ്റെ 1 കപ്പ് പൊടിയാണ്, നിങ്ങൾ അതിനനുസരിച്ച് കൂട്ടിയെടുത്തോളൂ. ഞാൻ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മൊത്തം പൊടിയും തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം ചേർക്കുന്നുണ്ട്. ഇത് പാലും എണ്ണയുമാണ്. 3 ടേബിൾ സ്പൂൺ എണ്ണയും 3 ടേബിൾ സ്പൂൺ മിൽക്കുമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതൊരു കേക്കിന് നല്ലൊരു സ്മൂത്ത്നെസ് തരും ഇത്.
അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പീസസ് നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടിപ്സ് തരാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൈനാപ്പിൾ പൊടി ഉണ്ടല്ലോ, നമ്മുടെ മൈദയുടെ പൊടി ഒരു സ്പൂൺ എടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഇടുമായിരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു പൈനാപ്പിളിൻ്റെ കഷ്ണം അങ്ങനെ തന്നെ നിൽക്കും, അടിഞ്ഞു പോകാതിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർക്കാണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ഇട്ട് കൊടുത്തു പോയി. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരു റിബണി കൺസിസ്റ്റൻസിയാണ്. റിബണിൻ്റെ ഒരു പോലെ ഇങ്ങനെ വീഴുന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങളത് എടുക്കാൻ. ഇതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. നല്ലൊരു മോയിസ്റ്റായിട്ടുള്ള കേക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കണം. നമ്മളിപ്പോൾ ഇത് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ നല്ല മോയിസ്റ്റായിട്ടുള്ള കേക്കാണ് നല്ലത്. ഇനി നമുക്കിതുപോലൊരു സ്ക്യൂറോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പം എയർ ബബിൾസൊക്കെ പുറത്ത് വരും. പിന്നെ ഒന്ന് നല്ലതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി മൈക്രോവേവിൽ ഞാൻ പ്രീഹീറ്റഡ് ആയിട്ട് 10 മിനിറ്റ്സ് ഓൾറെഡി വെച്ചിരുന്നു 160 ഡിഗ്രിയിൽ. അതേ 160 ഡിഗ്രിയിൽ ഞാനൊരു 35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ അത് ടെമ്പറേച്ചർ കൂട്ടി വയ്ക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കേക്ക് മുമ്പൊക്കെ ഇങ്ങനെ മേൽവശം പൊട്ടി വരുമായിരുന്നു. അതൊന്ന് അതിനൊരു നമ്മളൊന്നിങ്ങനെ ഒന്ന് ട്രൈ ചെയ്താൽ 160 ഡിഗ്രിയിൽ ട്രൈ ചെയ്തപ്പോൾ എൻ്റെ കേക്ക് മേൽവശം ഒന്നും പൊട്ടാണ്ട് ഡ്രൈ ആവാണ്ട് നല്ല സ്മൂത്തായിട്ട് മേലിൽ തന്നെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ചെറിയൊരു നൈഫ് ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് വെടിപ്പിച്ച് കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. 180 ഡിഗ്രിയിൽ വെച്ചിട്ട് നിങ്ങളുടെ കേക്കിൻ്റെ മേൽവശം കരിഞ്ഞു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ 160 ഡിഗ്രിയിൽ നിങ്ങൾ ആദ്യം കുറച്ച് നേരം ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ട് പിന്നൊന്ന് തീ കൂട്ടിയാലും പിന്നൊന്ന് ടെമ്പറേച്ചർ നമ്മുടെ 180ൽ വെച്ചാലും ചിലപ്പോൾ നമ്മുടെ കേക്ക് പ്രശ്നമില്ലാണ്ട് നല്ലതായിട്ട് വരും. കണ്ടോ, ഞാൻ ഇട്ട് കൊടുത്ത പൈനാപ്പിളൊക്കെ താഴെ വന്നു പോയി കുറേ. അപ്പം അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ പൊടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾ പൈനാപ്പിൾ ചേർത്താൽ മതി. ഇനി കുറച്ചും കൂടെ ഒന്ന് ചൂടാറാൻ വേണ്ടി ഞാൻ വെക്കുകയാണ്, ഗ്രില്ലിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഫ്രീസറിൽ ഒരു 2-3 അവേഴ്സ് വെച്ച ഗ്ലാസ് ബൗളും പിന്നെ വിപ്പിംഗ് ക്രീം അടിക്കാനുള്ള നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെടുക്കുന്നത് അൽമറായുടെ വിപ്പിംഗ് ക്രീമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വലിയ നോളജ് വിപ്പിംഗ് ക്രീമിനെ പറ്റി ഇല്ല. പക്ഷേ കുറേ ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അൽമറായുടെ വളരെ കുറച്ച് ആൾക്കാരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ 1-2 ഉള്ളൂ. അപ്പം ഇതിലൊട്ടും തന്നെ മധുരം അവർ ആഡ് ചെയ്തിട്ട് നമ്മൾ വേണം ഷുഗർ ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ ആദ്യം ലോ സ്പീഡിൽ ഇട്ടൊന്ന് അടിക്കുവാണ്. ഞാൻ ഈ ബൗളിൻ്റെ താഴെ വേറൊരു ചെറിയ ബൗൾ വെച്ചിട്ട് അതിൽ ഐസ് ക്യൂബ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ നമ്മുടെ കേക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ക്രീം നന്നായിട്ട് വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യുവാണ്. ഇനി ഞാൻ കുറച്ചായിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മൊത്തം ഞാൻ 6 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പൊടിച്ച പഞ്ചസാരയാണ്, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഇപ്പം നമുക്ക് സ്ലോയിൽ അടിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്ന ശേഷം നമുക്ക് ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് കുറച്ചായിട്ട് സ്പീഡ് കൂട്ടി കൊടുക്കാം. അപ്പം ഞാൻ ഇതിലോട്ടും ഒരു ഇത്തിരി പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഹൈ സ്പീഡിൽ ഇട്ട് അടിക്കുവാണ്. അപ്പം നമ്മൾ 6 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഞാനിത് വിപ്പ് ചെയ്തെടുക്കുവാണ്. ഇപ്പം നമ്മുടെ ക്രീം വിപ്പായി വന്നിട്ടുണ്ട്. എനിക്കൊരു 5 മിനിറ്റ്സ് എടുത്തു ഇതൊന്ന് വിപ്പായി കിട്ടാൻ വേണ്ടി. നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെ കമഴ്ത്തിയാൽ ഇത് താഴെ വീഴുന്നില്ലെങ്കിൽ ഇത് വിപ്പായി വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. എത്ര നേരം ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് എടുത്തിട്ട് വേറൊരു ബൗളിലോട്ട് കുറച്ച് മാറ്റി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യും എന്തെങ്കിലും കളർഫുള്ളായിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുവാണ്. അപ്പം ഞാനിതിൽ കുറച്ച് യെല്ലോ കളറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ലിക്വിഡ് ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങളിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം.
ഇനി നമ്മുടെ കേക്ക് നമുക്ക് ലെയർ ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ കയ്യിലൊരു നൈഫ് ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ പിസ്സ കട്ട് ചെയ്യുന്ന നൈഫാണ്. അപ്പം ഇതിൽ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മുറിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്ക് നൈഫ് ഉണ്ടെങ്കിൽ അതിൽ മുറിക്കാം, അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് ഒരു നൂല് വെച്ചിട്ട് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിൽ തന്നെ മുറിച്ചെടുത്തു, എൻ്റെ ചെറിയ കേക്കല്ല, അപ്പോൾ ഞാൻ ഇതിൽ തന്നെ മുറിച്ചെടുത്തു. ഒറ്റ ലെയർ 2 ലെയർ ആക്കുന്നുള്ളൂ, കാരണം കേക്കിന് അത്രയും വോളിയം ഇല്ല. അപ്പം നമ്മൾ ചെറിയ കേക്കല്ല ഉണ്ടാക്കിയത്, അപ്പോൾ 2ആയിട്ട് മുറിച്ചെടുക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനുള്ള ഐസിങ് ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ ആദ്യമേ ഞാൻ ക്രീം എടുത്തിട്ട് നമ്മുടെ ഈ പൈപ്പിംഗ് ബാഗ് ഞാൻ ജസ്റ്റ് പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്, ഇതിലോട്ട് നമ്മളാക്കി കൊടുക്കുവാണ്. അപ്പം ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പിംഗ് ബാഗാണ്, റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഒരുപാട് നോസിൽസ് ഒന്നുമില്ല, 2-3 ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അതിനകത്താക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഞാൻ ആദ്യമേ ഉണ്ടാക്കി വെച്ചിരുന്നു, ജസ്റ്റ് വെള്ളവും പഞ്ചസാരയും കൂടെ തിളപ്പിച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്, ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുക കേക്ക്, എങ്കിലേ കേക്കൊന്ന് സ്മൂത്തായിട്ട് വരത്തുള്ളൂ. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് ഫ്രോസ്റ്റിംഗ് ചെയ്തുള്ള വലിയ പരിചയമൊന്നുമില്ല, എങ്കിലും നമ്മളെ ഒരു ശ്രമമായിരുന്നത്. നന്നായിട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഈ റൊട്ടേഷൻ ടേബിളൊന്നും ഇല്ല, അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ പാത്രമൊക്കെ വെച്ചിട്ടാണ് ഞാനിത് മൊത്തം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1/2 മണിക്കൂർ തണുപ്പിച്ചിട്ട് എടുത്തതാണ്. ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന യെല്ലോ കളർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ നടുക്കൊരു പൈനാപ്പിൾ വെച്ചിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളയിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. അതിൻ്റെ ചുറ്റിനും ഞാൻ പൈനാപ്പിളിൻ്റെ ആ കഷ്ണങ്ങൾ തൂവി കൊടുത്തിട്ടാണ്, ചെറിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ചേട്ടൻ ചോദിക്കുകയാണ്, എൻ്റെ ഹസ്ബൻഡ്, ഇതെന്തുവഴി നീ അത്തപ്പൂക്കളം കേൾക്കുവാണോ, ഓണം സ്പെഷ്യൽ അത്തപ്പൂക്കളം കേക്കെന്ന് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കി. പക്ഷേ കേക്ക് ടേസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫ്രോസ്റ്റിംഗ് ഇത്തിരി ഒരു പാളിച്ചയാണെങ്കിലും കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ ഞാൻ സത്യമായിട്ട് ഞാൻ ഗ്യാരൻറ്റിയാണ്, കേക്കിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കാം. അപ്പം ഞാനിത് കഴിച്ച് നോക്കിയപ്പം നല്ല സ്മൂത്തായിരുന്നു. നമുക്ക് കടയിലൊക്കെ കിട്ടുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം മൈക്രോവനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ കുക്കറിലും തവയിലൊക്കെ തന്നെ ഇപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ സാധ്യമാണ്. അപ്പം അതുമാത്രമല്ല, എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പം നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് കിച്ചു. ടേക്ക് കെയർ, ബൈ.